സ്നേഹസംഗമം കമ്മിറ്റിയാണ്. ഈ മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന ഗാനത്തോടെ നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥന ഗാനം ആലപിക്കുന്നതിനായി ശ്രീ സിജോണിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. താങ്ക് യു. വളരെ മനോഹരമായിട്ട് സിജോൺ പ്രാർത്ഥന ഗാനം പാടി. താങ്ക് യു സിജോൺ. അടുത്തതായി എല്ലാവരെയും സ്വാഗതം ആശംസിക്കുന്നതിനായി കുമാരി സിമിൽ സെബാസ്റ്റിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. ദർശന സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തി വരുന്ന സ്നേഹ സംഗമത്തിന്റെ 235ാമത് സ്നേഹ സംഗമത്തിലേക്ക് ഏകരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റെവറൻ ഫാദർ സോളമൻ കളമ്പാട്ടുപറമ്പിൽ CMIHനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് പുരോഹിതനായ ശേഷം MBBS പഠിച്ച് തുടർന്ന് PGയും നേടിയെടുത്ത റെവറൻ ഫാദർ ഡോക്ടർ ജോബിൻ ജോർജ് അഞ്ചുപങ്കിൽ MIHനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. മുഖ്യ അതിഥിയായി എത്തുന്നത് തൃശൂർ മോട്ടോർ വകുപ്പ് RTO സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ആശംസ പറയാനായി എത്തിയിരിക്കുന്നത് കുമാരി റീന വടകരയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ സ്നേഹസംഗമം ഏറ്റവും അതിമനോഹരമായി അവതരണം ചെയ്യുന്ന കുമാരി ലിജി PV ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ ഗാനം ആലപിച്ച ശ്രീ സിജോൺ സാറിനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ ജോസ് കൊരട്ടി അവർക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. നന്ദി പറയുന്നത് ദർശന ക്ലബ് PRO ശ്രീ പിയൂസ് കോട്ടപ്പുറമാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. മറ്റ് ഗ്രൂപ്പ് അംഗങ്ങൾക്കും ലീഡേഴ്സിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ സ്നേഹത്തോടെ സിമില് എല്ലാവരെയും സ്വാഗതം ചെയ്തു. താങ്ക് യു സിമിൽ. അടുത്തതായി റിപ്പോർട്ട് വായിക്കുന്നതിനായി ശ്രീ ജോസ് കൊരട്ടിനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. കേൾക്കാലോ? കേൾക്കാം.
ഇന്നത്തെ സ്നേഹസംഗമം ഗൂഗിൾ മീറ്റ് നടത്തപ്പെടുന്നത് സ്നേഹസംഗമം കമ്മിറ്റിയാണ്. അടുത്ത ആഴ്ച ഷൈൻസ് ഗ്രൂപ്പാണ്. ഇന്നത്തെ മറ്റൊരു പ്രത്യേകത പറയാനുള്ളത്, ജീവന്റെ ഉറവ നടത്തുന്ന എന്റെ പ്രകൃതി കവിത മത്സരത്തിന്റെ അവസാന ദിവസമാണ്. പരമാവധി പേര് പങ്കെടുക്കുക. അത് നമുക്ക് അറിവുണ്ടായിട്ടല്ല, എന്നാലും പങ്കെടുക്കുക, അത് മറ്റൊരു വിജയിപ്പിക്കുക. യൂട്യൂബിൽ കിടക്കുന്നതാണ്. ഞാൻ ചത്താലും അവിടെ ആശയുടെ കിടക്കുക. അങ്ങനെ നല്ല രസമായിരിക്കും പരിപാടി. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിത 3 ടീമുകൾ, പൂർണ്ണ കാഴ്ച പരിമിത 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിത 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ച പരിമിത ചിങ്കാരിമാൾ ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും പുതിയ വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 430 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സൊറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസം ഉൾപ്പെടമാക്കുന്നു. കനവ് എന്ന പ്രോഗ്രാം, ആത്മീയമായ ഉന്നമനത്തിനുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിൽ ഒരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത്ലറ്റ് മീറ്റും വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയംതൊഴിലിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്ന സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന മുഖ്യ വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലും സമൂഹത്തിന്റെ മുന്നേറ്റമുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. സ്നേഹിതരെ, 13/12/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് വർഗിൽ CMIയുടെ അധ്യക്ഷതയിൽ ചേർന്ന 234ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന അത്ലറ്റ് ഗ്രൂപ്പാണ്. അവതരണം കുമാരി സീമ എടക്ലത്തൂർ. പ്രാർത്ഥന ശ്രീമതി ബാനു സാദിഖ്. സ്വാഗതം കുമാരി ഗീത MK ആളൂർ. ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരണം ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. ഇന്നത്തെ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതവും നന്ദിയും. നമുക്ക് സുഹൃത്ത് ബന്ധം വേണം. നമ്മെ പോലെ മറ്റുള്ളവരെ മാനിക്കുക, ബഹുമാനിക്കുക. ബാഡ്മിന്റൺ ട്രെയിനിങ് ആരംഭിച്ചു.
ഡ്രോയിങ് ട്രെയിനിങ് ഉണ്ടായിരിക്കും. ജീവിതത്തിൽ സഹനം ഉണ്ടാകും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്തത് കറുകുറ്റി ക്രിസ്തുരാജ ആശ്രമത്തിലെ റവറൻ ഫാദർ ജെറിൻ ചാമക്കീച്ചറ അച്ഛനായിരുന്നു. ദർശന ക്ലബിൽ വന്നതിൽ വളരെ സന്തോഷം. ലെറ്റി ചേച്ചി വഴിയാണ് ഞാൻ ഗ്രൂപ്പിലെത്തിയത്. റിപ്പോർട്ട് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നിങ്ങളുടെ കൊച്ചു സന്തോഷം പങ്കുവയ്ക്കുന്നു. ലെറ്റിയുടെ കുറവുകളിൽ അതിജീവിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുഞ്ചിരിയാണ് ഏറ്റവും വലിയ നല്ല പ്രവൃത്തി. അച്ഛനും ഭാരവാഹികൾക്കും മറ്റുള്ളവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി വന്നത് പുളിയനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി റിയ മോൾ MM ആയിരുന്നു. ആദ്യമായാണ് ഈ മീറ്റിംഗിൽ വരുന്നത്. വിശിഷ്ട വ്യക്തികളെ, ഭാരവാഹികളെ, അഭികാംക്ഷികളെ. ലെറ്റിയാണ് എന്നെ യോഗത്തിലേക്ക് ക്ഷണിച്ചത്. ലെറ്റിക്ക് നല്ല വിൽ പവർ ഉണ്ട്. ദർശന ക്ലബ്ബ് ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ അഭിനന്ദനാർഹമാണ്. ഭിന്നശേഷി മക്കൾ ഉയർത്തിക്കൊണ്ടുവരാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് സന്തോഷം. എല്ലാവർക്കും ആശംസകൾ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് നടത്തിയ റംബാൻ പാട്ട് മത്സരത്തിലെ വിജയികൾ: ഫസ്റ്റ് ലീന MJ നാട്ടിക, സെക്കൻഡ് സിബി വർഗീസ് കോന്നി, ആൻഡ് തേർഡ് ആനി വർക്കി തെക്കന്താണിശ്ശേരി, ആൻഡ് ഫോർത്ത് ലിജി PV അങ്കമാലി. എല്ലാവർക്കും ആശംസകൾ നന്ദിയും ഏർപ്പെടുന്നു. വിശിഷ്ടാതിഥിയെ വന്നത് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വെമ്പല്ലൂർ യൂണിറ്റ് പ്രസിഡന്റായ ശ്രീമതി മേരി ജോൺ അവർകളായിരുന്നു. 234 സ്നേഹസംഗമത്തിലെത്തിയ ബഹുമാനപ്പെട്ട സോളമനച്ച, ജെറിനച്ച, റിയ മാഡം, മറ്റുള്ളവരെ എല്ലാവർക്കും ആശംസകൾ. എന്നെ യോഗത്തേക്ക് വിളിച്ചതിന് നന്ദിയുണ്ട്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷനെ പറ്റി കാര്യങ്ങൾ പറഞ്ഞു തന്നു. സംശയങ്ങൾക്ക് മറുപടിയും പറഞ്ഞു. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ആശംസ പറഞ്ഞ തിരുഹൃദയ ഗ്രൂപ്പ് അംഗം കുമാരി മേരി വടൂക്കരയാണ്. എന്റെ പേര് മേരി, സ്ഥലം വടൂക്കര. എന്റെ വീട്ടിൽ അപ്പനും അമ്മയും 2 പെണ്ണ് 4 ആണുങ്ങൾ. 2 പേർ മരിച്ചു. അപ്പനും അമ്മയും മരിച്ചു. ഞങ്ങളുടെ 2 ഇരട്ട സഹകളാണ്. അനിയത്തിയുടെ കൂടെ താമസിക്കുന്നു. അനിയത്തിക്ക് മക്കളില്ല. ഭർത്താവ് മരിച്ചു. അനി തെക്കന്താണിശ്ശേരി വഴിയാണ് ക്ലബിലെത്തിയത്. ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡും കമ്പോസിംഗ് പഠിച്ചു. നടക്കുമ്പോൾ പേടിയാണ്, വീഴാതിരിക്കാൻ. ഒത്തിരി പേരായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി. യോഗാവസാനം നന്ദി പറഞ്ഞത് ശ്രീ ഷാജി മാത്യു. യോഗം അവസാനിച്ചു. റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. റിപ്പോർട്ട് പാസ്സാക്കല്ലേ? നമുക്ക് പാസ്സാക്കാം. വളരെ വ്യക്തമായിട്ട് ജോസേട്ട റിപ്പോർട്ട് വായിച്ചു. താങ്ക് യു ജോസേട്ട. അടുത്തതായി ഈ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ സീനിയർ പ്രസിഡന്റായി ജോലി ചെയ്യുന്ന റവറൻ ഫാദർ ഡോക്ടർ ജോബിൻ ജോർജ് അഞ്ചുമങ്കിൽ MM അച്ഛനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദി സ്ക്രീൻ. എനിക്ക് നിങ്ങളുടെ ക്ലബിനെ കുറിച്ച് നമ്മുടെ സോളമൻ അച്ഛന്, പിന്നെ വേറൊരു ചേട്ടന്റെ പേരെന്തായിരുന്നു? എന്നോട് പിയൂസ്. നിങ്ങൾ വഴിയാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിച്ചത്. പക്ഷെ റിപ്പോർട്ട് അവതരണത്തിലൂടെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒത്തിരിയധികം പ്രവർത്തികളെ കുറിച്ച് കേൾക്കാനായിട്ട് ഇടയായി. ഞാനൊരു സന്യാസ വൈദികനാണ്. നമ്മുടെ സോളമൻ അച്ഛനെ പോലെ, CMI അച്ഛനെ പോലെ ഒരു സന്യാസ കത്തോലിക്ക വൈദികനാണ്. ഞാൻ അച്ഛനായതിനു ശേഷമാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എൻ്റെ സഭാധികാരികൾ എന്നെ പറഞ്ഞയച്ചത്. എൻ്റെ വീട് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഭാഗത്താണ്. അതിനുശേഷം ഞാൻ എൻ്റെ MD അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്, ബാംഗ്ലൂര്. അപ്പം എൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അത് ജനറൽ മെഡിസിൻ. നിങ്ങളൊക്കെ പോലെ ഫിസിഷ്യനെ കാണുന്നത് പോലെ തന്നെ ഞാനും ഒരു ജനറൽ ഫിസിഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള പ്രത്യേകമായ ഒരു മെഡിക്കൽ ബ്രാഞ്ചാണ്. അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ ആശുപത്രിയിൽ ഇരുന്ന് സേവനം ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച്, വളരെ പ്രത്യേകമായി കോവിഡ് കാലത്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു വിഭാഗത്തെ പറ്റി കൂടുതൽ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. അപ്പം കോവിഡിന്റെ വാക്സിൻ അത് വിതരണം ചെയ്യുക, അല്ലെങ്കിൽ കോവിഡിന്റെ പ്രതിരോധ നടപടികൾ ചെയ്യുക, അതിലൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകമായിട്ട് ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ എൻ്റെ ഈ ഒരു സ്പെഷ്യാലിറ്റിയുടെ ഉദ്ദേശം ജനങ്ങളിലെ രോഗം വരാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിന് മുൻപായിട്ട് രോഗം വരാതിരിക്കാനായിട്ട്
കണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പൊ അതോടൊപ്പം അതിപ്പം എല്ലാ മേഖലകളിലും ഈ കമ്മ്യൂണിറ്റി മെഡിസിന് ജനങ്ങളിൽ എന്ത് പ്രശ്നങ്ങളിലും നമുക്ക് ഇടപെട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്രത്യേക ബ്രാഞ്ചാണ് ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ. അപ്പൊ ഇന്ന് നിങ്ങളുടെ ഭാഗത്ത് ഇവിടെ ഉള്ളവർക്ക് പലതരത്തിലുള്ള, നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും രോഗം എല്ലാ മനുഷ്യരെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇത്ര വലിയൊരു സമൂഹത്തിന്റെ കൂടെ ആയിരിക്കുക എന്നുള്ളത് എനിക്ക് ഒത്തിരിയധികം സന്തോഷത്തിന്റെ കാര്യമാണ്. രണ്ടും കാര്യത്തിൽ, ഒന്ന് ഞാനൊരു ഡോക്ടറാണ്, അതിലുപരിയായിട്ട് ഞാനൊരു അച്ഛനാണ്. അപ്പം ഈ ഒരു രണ്ടും സമൂഹവുമായിട്ട് ഇടചേർന്നിരിക്കുന്ന നമ്മുടെ ഒരു ജീവിത ധാരയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നു. ഐ എം വെരി ഹാപ്പി. സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ഔപചാരികമായിട്ട് ഈ ഇന്നത്തെ ഈ സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചയും നടത്തപ്പെടുന്നുണ്ടല്ലേ? അങ്ങനെയല്ലേ അറിയുന്നത്? അതെ അതെ അതെ. ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സാധിച്ചതിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും സർവശക്തനായ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട സോളനെ കേട്ടിടത്തോളം അച്ഛൻ ചെയ്യുന്ന ആ ഒരു വലിയ പ്രവർത്തികൾ, അച്ഛൻ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു വളരെയധികം ഒരു മോട്ടിവേഷനാണ്, പ്രചോദനമാണ്. നന്ദി പറയുന്നു. ചെയ്തിട്ടുള്ള ഓരോരുത്തരെയും വളരെയധികം അനുമോദിക്കുകയും ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒത്തിരിയധികം ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും. താങ്ക് യു അച്ഛാ. അച്ഛന്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെലവാക്കിയതിന് ഒത്തിരി നന്ദി പറയുന്നു. ഈ സ്നേഹസംഗമത്തിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന തൃശൂർ RDO ഓഫീസിലെ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ലൈസൻസിനെ കുറിച്ച് കുമാർ സാർ പറഞ്ഞിരുന്ന പോലെ 18 വയസ്സാകുന്നവർക്കാണ് നമ്മൾ ലൈസൻസ് അനുവദിക്കുന്നത്. 18 വയസ്സ് പൂർത്തിയായവർ അതിന്റെ ലൈസൻസിന്റെ പ്രോസസ് ആദ്യം തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലേണേഴ്സ് ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന് നമ്മൾ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ നടത്തും. അതിനുശേഷം എക്സാം ഉണ്ടാവും. ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ അഡ്രസ് പ്രൂഫ്, ഏജ് പ്രൂഫ്, ബാക്കി അതിന് വേണ്ട ഡോക്യുമെന്റ്സുകളെല്ലാം ഒറിജിനൽസ് നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം അവർ എക്സാമിന് എടുത്ത് ചെയ്യാൻ എനിക്കറിയാം. എല്ലാവരും എസ്പെഷ്യലി കേരളയിലുള്ളവരാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നതെന്ന് അറിയാം. അപ്പൊ അതെല്ലാം ഇതിനകത്ത് കൺസിഡറേഷൻ ഉണ്ടാവും. നമുക്കൊരു ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ദിവസം അവിടെ വന്ന എല്ലാ രീതിയിലും സഹായിച്ച് ചെയ്യുന്നതായിരിക്കും. അവിടെ ലേണേഴ്സ് ടെസ്റ്റിൽ 30 ക്വസ്റ്റ്യനാണ് വരിക. 30 ക്വസ്റ്റ്യൻ. മോട്ടോർ വാഹന വകുപ്പ് ലീഡ്സ് ആപ്പ് എന്നുള്ളൊരു ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ എല്ലാ മോഡലുകളും അതിനകത്തുണ്ട്. അത് എല്ലാവരും തന്നെ ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ സ്റ്റാർട്ടിങ് ലേണേഴ്സിന്റെ അന്ന് തുടങ്ങുകയാണ്. ലേണേഴ്സിൽ ഇപ്പൊ മുതൽ അതിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുക. ഒപ്പം തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ മറ്റുള്ളൊരു വാഹനം ഓടിക്കുന്നത് ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുക. അവർ ചെയ്ത പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുക. ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ലേണേഴ്സ് നമ്മൾ പഠിക്കുക ടെക്നിക്കലി പാസ്സായി വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യ ദിവസം തന്നെ ടൂ വീലറുകാരാണെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് വാങ്ങിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള സൈസ്, നമുക്ക് ഇഷ്ടപ്പെട്ട കളറ്, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊരു ഹെൽമെറ്റ് ധരിക്കുക. അന്ന് മുതൽ ശീലമാക്കുക. ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ലീഡ് ആപ്പ് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് സിമ്പിൾ ആയിരിക്കുന്നതാണ്. ലൈസൻസിന്റെ പ്രോസസ്സ് ലേണേഴ്സ് പാസ്സായി കഴിഞ്ഞാൽ അന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഒരു ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി മിനിമം 30 ദിവസം നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് ആ ഡേറ്റ് കിട്ടുള്ളൂ. 30 ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റിന് നമുക്ക് അറ്റൻഡ് ചെയ്യാം. നോർമൽ കേസിലാണെങ്കിൽ ടൂ വീലറിൽ 8 പാർട്ട് 1 ആയിട്ട് ടെസ്റ്റ് ചെയ്യും. 6 ആണെങ്കിൽ 8 അത് പാർട്ട് 1 ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം പാർട്ട് 2 ആയിട്ട് റോഡ് ടെസ്റ്റ് ഉണ്ട്. റോഡ് ടെസ്റ്റിൽ ഒരു 20 കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. 20 പോയിന്റ്സ് ഉണ്ട് നമുക്ക് ചെക്ക് ലിസ്റ്റ് ആയിട്ട്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.
എല്ലാവരും എന്തായാലും പ്രിപ്പയർ ചെയ്യാം. ഞാൻ ബിജുകുമാർ സാറിന് കൊടുക്കാം. സാറ് ഇതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയും. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാറേ. ഞങ്ങളവിടെ വരാമെന്ന് തീരുമാനിച്ചാണ് അന്ന് ഫാദർ പറഞ്ഞ പോലെ. ഞാൻ സൂപ്പർവൈസറി ഓഫീസറായിട്ട് ബഹുമാനപ്പെട്ട ജോയിന്റ് RTO ആണ് ഇതിന്റെ നോഡൽ ഓഫീസർ. അദ്ദേഹം ഇപ്പോൾ ഹെവി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിന്റെ മണ്ണുത്തിയിൽ ആണ്. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ച് ഏൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ TC കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ലൈനിൽ മിനിസ്റ്റർ ലൈനിലുണ്ട്. അത് കാരണമാണ് ഞാൻ കയറാൻ ഇത്തിരി വൈകിയത്. ഞങ്ങൾ കയറാൻ വൈകിയത്. ഫാദറിനോട് പറയാം എല്ലാ കാര്യങ്ങളും അന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നമ്പറും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡേ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വന്നിട്ട് അത് ചെയ്തുതരാം. കഴിയുന്നതും ഒരു ശനിയാഴ്ചയോ അങ്ങനെ ഒരു ബുധനാഴ്ച. അതായത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കണ്ടമാനം പെൻഡിങ് വർക്ക് അറിയാം. RTO ഓഫീസ് തൃശ്ശൂരിൽ ആണ് ഏറ്റവും കൂടുതൽ പെൻഡിങ് കിടക്കുന്നത്. അതൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ കാര്യമാക്കണ്ട. എന്നാലും നിങ്ങൾക്ക് മാക്സിമം ഹെൽപ്പ് RTOന്റെ ഭാഗത്തു നിന്നുണ്ടാവും. സാറ് അനന്തകൃഷ്ണൻ സാർ ഇപ്പോൾ TC കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ ട്രിവാൻഡ്രത്താണ്. സാറ് മിനിസ്റ്റർ കൂടെ വിളിച്ചിരുന്നു, ഇപ്പൊ തന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ 13-ാം തീയതി അവിടെ സൗകര്യം കിട്ടിയില്ല. പിന്നെ അറ്റ് എ ടൈം വരുന്നവർക്ക് നമുക്ക് ലാപ്ടോപ്പ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ എന്താണെങ്കിൽ അതിൽ വന്നിട്ട് ഞങ്ങളത് പ്രിപ്പയർ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങോട്ടേക്ക് വരിക. അപ്പൊ അതൊക്കെ അവിടെ വന്നിട്ട് ഞങ്ങൾ വേറെ ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ബോധർ ചെയ്യാൻ ആവശ്യമില്ല. ഇത് പറഞ്ഞിട്ടായിരുന്നു, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് ചെയ്യാൻ നമുക്ക്. ഇതാണ് ഓക്കെ, താങ്ക് യു. തിരക്കുകൾക്ക് ഞങ്ങളുടെ മീറ്റിംഗിൽ വന്ന് ഞങ്ങളുടെ മറുപടി തന്നതിന് ഓക്കെ. ആയിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിലാണ്. അവിടെ നമ്മുടെ സ്റ്റേറ്റ് പാരാ അത്ലറ്റ് മീറ്റ് നടത്തിയാണ് ഇന്ന ദിവസം. അതോടൊപ്പം തന്നെ നമ്മുടെ നാളെ ബാഡ്മിന്റൺ പ്ലസ് പവർ ലിഫ്റ്റിംഗ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ വർഷം നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റിയിലോ അല്ലെങ്കിൽ അസോസിയേഷൻ ഫോർ ഡിഫറെന്റ് ഏബിൾഡ് ഓഫ് തൃശ്ശൂരിന്റെ ഭാഗമായിട്ട് നമ്മൾ ബാഡ്മിന്റണിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. ഏകദേശം 3-4 പേര് അതിൽ പങ്കെടുക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ ലിഫ്റ്റിംഗിന് 4-5 പേര് അതിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായിട്ട് മനസ്സിലാക്കി വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ നേട്ടമാണ്. എല്ലാ മേഖലകളിലും നമുക്ക് എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭിന്നശേഷി മക്കളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം അത് അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്ന് ഞങ്ങള് നോക്കിയപ്പോൾ ഏകദേശം 45ഓളം വ്യക്തികളാണ് ദർശനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ അത്ലറ്റ് മീറ്റിൽ പങ്കെടുക്കുന്നത്. അതിൽ മേലെ ഉള്ളൂ. നമ്മളിപ്പോ കണക്കെടുത്തപ്പോൾ വന്ന വ്യക്തികളുടെ എല്ലാം കണക്കെടുത്തപ്പോൾ 45 പേരാണ് ഇപ്പൊ നമുക്ക് കൈവശം കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഡിസ്ട്രിക്ട് ലെവലിൽ കോമ്പറ്റീഷൻ നടന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇതില് പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളെ വെല്ലുന്ന ഒരു ടീമായിട്ടാണ് തിരുവനന്തപുരം വന്നിരിക്കുന്നത്. പക്ഷെ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മുതുകാടിന്റെ കേന്ദ്രത്തിൽ നിന്ന് വന്ന ID കുട്ടികൾ മാത്രമാണ്. അപ്പൊ അവിടുന്ന് കുറെ കുട്ടികൾ വന്നിട്ടുണ്ട്. പക്ഷെ അവർ ID കുട്ടികളുടെ കാറ്റഗറി മാത്രമാണ് അവർക്കുള്ളത്. നമുക്കാണെങ്കിൽ അങ്ങനെയല്ല. വീൽ ചെയറിലായിരിക്കുന്നവർ തന്നെ 4-5 പേരുണ്ട്. ലൈറ്റ് കുട്ടികളായിട്ടുള്ളവര് 10 പേരുണ്ട്. പിന്നെ ഗ്ലാസ് വളരെ കുറവാണ്. നമ്മുടെ സിനിമാക്കാണ് നമ്മുടെ കൂട്ടത്തിലുള്ളൂ. പിന്നെ 1-2 പേര് കൂടി ഉണ്ട്. നാളെ ബാഡ്മിന്റൺ ഉണ്ടാവും. അപ്പം പ്ലസ് നമ്മള് മറ്റുള്ള ID കുട്ടികൾ നമ്മൾ കുറച്ച് കൂടുതൽ വിനീത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് ഒത്തിരി ദൈവാനുഗ്രഹം ഉള്ള ഒരു വ്യക്തികളായിട്ടാണ്. കാരണം ഇവരെല്ലാവരും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്വന്തം എഫർട്ട് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതുവഴിയായിട്ട് അവർക്ക് നേടണം, വിജയിക്കണം, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോട് ചില സാധ്യമാകണമെങ്കിലും ചിലപ്പോൾ നമുക്ക് ഫസ്റ്റോ സെക്കൻഡോ നമുക്ക് ലഭ്യമാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പ്രതീക്ഷ വെക്കുന്നത് നമുക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടുമെന്ന് തന്നെയാണ്. അതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ഇത്രയും കുട്ടികളെ നമുക്കിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ
സാധിച്ചു എന്നുള്ളതിന്റെ മത്സരമാണ് ഞാനിതിൽ കാണുന്നത്. അതില് എന്ത് ചാമ്പ്യൻഷിപ്പ് കിട്ടിയെന്നോ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ കിട്ടിയെന്ന് പറഞ്ഞതിനേക്കാൾ ഉപരിയുണ്ട് ഇവരെ പങ്കെടുപ്പിക്കുന്നു എന്നുള്ളതിന്. ഇത്രയും കുട്ടികളെ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു, നമ്മുടെ നേതൃത്വത്തിൽ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ്. ഇതിനുവേണ്ടി നേതൃത്വം വഹിക്കുന്ന നമ്മുടെ സീമയുണ്ട്, അതുപോലെ തന്നെ സിരിയൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും നമ്മുടെ ഗബ്രിയലിന്റെ അമ്മാവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഊട്ടി നടന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇനിയും നമ്മുടെ കുട്ടികൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ 29-ാം തീയതി 3-ാം തീയതി ചെന്നൈയില് നമ്മുടെ IT കുട്ടികൾ കോമ്പറ്റീഷനുമായിട്ട് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സ്വപ്നം സാക്ഷാത്കാരം നമുക്ക് വന്നു ചേരുകയാണ്. പങ്കെടുക്കുന്നു എന്നുള്ളതിൽ തന്നെ നമുക്ക് അഭിമാനിക്കാം. പങ്കെടുക്കാതിരിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. രോഗാവസ്ഥയാണെന്നും പറഞ്ഞ് മനസ്സിന്റെ ചാഞ്ചല്യം കൊണ്ടൊക്കെ അടങ്ങി ഒതുങ്ങി കുത്തിട്ട് പോകുന്നവരൊക്കെ. അപ്പൊ അതൊക്കെ മറികടന്ന് അതിജീവിച്ചുകൂടെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നേട്ടമാണ്, സപ്പോർട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. പിന്നെ നമ്മുടെ രൂപതാതലത്തിലെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാനായിട്ടിടയായി. അബദ്ധവശാലാണോ അതോ നിർഭാഗ്യവശാലാണോ എന്നറിയില്ല, എന്നൊന്നും വിളിച്ചിട്ടില്ല. കാരണം ഞാൻ വിളിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ അത് നിർഭാഗ്യവശാലായിരിക്കും, അല്ലെങ്കിൽ അബദ്ധവശാലായിരിക്കും. 2 ദിവസം മുമ്പ് ഞാൻ ബിഷപ്പിനെ കണ്ടപ്പോൾ അച്ഛനെ വിളിച്ചിട്ടില്ലേ എന്ന് ചോദിക്കാനായിട്ട് ഇടവന്നിട്ടുണ്ടെങ്കിലും അവര് വിളിക്കാനായിട്ട് മനസ്സ് കാണിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അത് എന്തിന്റെ ഭാഗമാണെന്നൊന്നും നമുക്കറിയില്ല. അത് എവിടെയാണോ രൂപതയാണോ എന്നുള്ളതൊക്കെ. വൈകല്യമുള്ളവരാണ് വിളിക്കുന്നതെങ്കിൽ വൈകല്യമുള്ളവരെ ആഡ് ചെയ്യാനായിട്ട് തയ്യാറാണ്. അത് അച്ഛനാണോ കന്യാസ്ത്രീയാണോ വിശ്വാസിയാണോ എങ്കിലും അതൊക്കെ ഒത്തൊരുമിച്ച് പോകാനായിട്ടുള്ള ഒരു മനസ്സാണ് നമുക്കുണ്ടാകുന്നത്. അതിലില്ലാത്ത വ്യക്തികളാണെങ്കിൽ പിന്നെ ഒത്തൊരുമ എന്ന് പറഞ്ഞിട്ട് കൂട്ടായ്മ എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പൊ അതൊക്കെ ദൈവം ചോദിച്ചിട്ട് അത്രമാത്രം പറയേണ്ടി വന്നിട്ടാണ്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും ആശംസകളും നേരുന്നു. ഇനി ക്രിസ്തുമസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുപോലെ 2026 എന്ന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അപ്പൊ അതെല്ലാം ഭംഗിയായിട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാം നന്മകളുടെ നൽകുന്നു. താങ്ക് യു. മത്സരത്തിനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ആശംസ അർപ്പിക്കുന്നതിനായി ഗ്ലോറിയ ഗ്രൂപ്പിൽ നിന്ന് എത്തിയിരിക്കുന്ന കുമാരി റീന വടകരയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു ദ സ്ക്രീൻ. ഞാൻ എത്തി. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പിന്നെ എന്റെ പേര് റീന. കോഴിക്കോട് ജില്ല വടകരയാണ് എന്റെ സ്ഥലം. ഞങ്ങള് 3 മക്കളാണ്. അതിൽ മൂത്ത ആള് ഞാനാ. പിന്നെ എന്റെ താഴെ ഒരു അനിയത്തി, ഒരു അനിയൻ. പിന്നെ അനിയത്തിനെ കല്യാണം കഴിച്ച് അവൾ ഭർത്താവിന്റെ കൂടെയാണുള്ളത്. അനിയൻ ഒരു അപകടത്തിൽപ്പെട്ട് അവൻ ഒരു 8 വർഷം മുമ്പ് മരിച്ചുപോയി. പിന്നെ എനിക്ക് പോളിയോ വന്നത് ജനിച്ച് 8 മാസം ആയപ്പോഴാണ് എൻ്റെ കാലിന് പോളിയോ വന്നത്. പിന്നെ അതിനുശേഷം കുറെ നാടൻ ചികിത്സയും അല്ലാതായിട്ടില്ല. ഞാനിപ്പോഴും വീൽചെയറിലാണ്. പുറത്തു പോകുമ്പോ മുച്ചക്ര സ്കൂട്ടർ ഉണ്ട്, അതിൽ ഞാൻ പുറത്തു പോകും. പിന്നെ വീട്ടിലെ കാര്യങ്ങളും അമ്മേനെ സഹായിക്കലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ ദർശനയില് ഇങ്ങനെ ഗ്ലോറിയ ഗ്രൂപ്പിനെ പറ്റി എന്നോട് സിബിയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ സിബിനോട് എന്നെ അതില് ചേർക്കോ ചോദിച്ചേ. അപ്പൊ സിബി നമ്മളെ ലില്ലി ചേച്ചിയോട് പറഞ്ഞ് തന്നെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിലുള്ള എനിക്ക് പറ്റുന്ന പരിപാടിയിലെല്ലാം പങ്കെടുത്ത് ഇപ്പൊ ഞാൻ നല്ല സന്തോഷത്തിലാണ്. പിന്നെ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ എനിക്ക് 3-ാം സ്ഥാനം, നാടകാന മത്സരത്തില് 1-ാം സ്ഥാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ വന്നത് എനിക്ക് വളരെ സന്തോഷം, വളരെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നേ. പിന്നെ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എല്ലാവർക്കും നന്ദി. എന്നെ ഈ ഇതില് വിളിച്ചത് നമ്മുടെ ഗ്രൂപ്പിലെ ലീനയാണ്. ലീനയ്ക്കും ഏറ്റവും അധികം നന്ദി. എല്ലാ ശനിയാഴ്ചകളിലും നടത്തപ്പെടുന്ന സ്നേഹസംഗമത്തിൻ്റെ
235-ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ കേൾക്കുന്നില്ലേ? കേൾക്കാം പറഞ്ഞു. 235-ാമത് എപ്പിസോഡിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം നല്ല ഒരു എപ്പിസോഡായിട്ട് മാറുകയുണ്ടായി. ഇന്നത്തെ സ്നേഹസംഗമത്തിലെ അധ്യക്ഷനായി എത്തിച്ചേർന്ന ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റും ദർശന ക്ലബിൻ്റെ ഡയറക്ടറുമായ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേരുന്നതിനും അച്ഛൻ്റെ നല്ല വാക്കുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ഫാദർ ആൻഡ് ഡോട്ടർ ജോബിൻ ജോർജ് അഞ്ചുപങ്കിൽ MI സാറിനെ വളരെ സ്നേഹത്തോടെയാണ് സാറ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നത്. നമ്മുടെ സംശയങ്ങൾക്കും എല്ലാം കൃത്യമായി മറുപടി നൽകി. അതുപോലെ തന്നെ നമ്മളോട് സഹകരിക്കാമെന്ന് അച്ഛൻ ഇനിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്നതിനും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിനും അച്ഛനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് RTO ഓഫീസുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. എല്ലാവർക്കും RTO എന്ന് പറയുമ്പോൾ പേടിയാണ് സാധാരണ പതിവ്. പക്ഷേ വളരെ ആശങ്കകൾക്ക് ഇട നൽകാതെ RTO ഓഫീസുമായി നിങ്ങൾ നേരിട്ട് സംസാരിക്കൂ. ഇടനിലക്കാർ വേണ്ട, നമുക്ക് നേരിട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞ തൃശ്ശൂർ RTO ഓഫീസിലെ സാറിനും നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ട് നമുക്ക് ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾക്ക് ലൈസൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഇരിക്കുന്ന RTOയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ സ്നേഹസംഗമത്തിൽ ഗ്ലോറിയ ഗ്രൂപ്പിൽ നിന്ന് ആശംസ പറയാനായി എത്തിച്ചേർന്ന കുമാരി റീന വടകരയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ സ്നേഹസംഗമം വളരെ ഭംഗിയായി ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിജി PVക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തിൽ പ്രാർത്ഥനാ ഗീതം മനോഹരമായി ആലപിച്ച സിജോനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സ്വാഗതം ആശംസിച്ച സിമിൽ സെബാസ്റ്റ്യനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം നന്ദി അറിയിക്കുന്നു. റിപ്പോർട്ട് വളരെയധികം ഭംഗിയായി അവതരിപ്പിച്ച നമ്മുടെ കൺവീനർ ജോസേട്ടൻ കൊരട്ടി ചേട്ടനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും എത്തിച്ചേർന്ന എല്ലാ മെമ്പർമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ സ്നേഹത്തോടെ പിയൂസ് എല്ലാവരും നന്ദി പറഞ്ഞു. താങ്ക് യു. ഇതോടെ 235-ാമത്